ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഞങ്ങളിപ്പം നമ്മൾ ഇരിക്കുന്നത് റൂമിൽ തന്നെയാണ്. ഏർക്കാടിലെ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാലസ് ഹോട്ടൽ റിസോർട്ട് എന്നാണ്. അപ്പം ഈ ഗ്രാൻഡ് പാലസ് റിസോർട്ട് ഏർക്കാട് ലേക്കിൽ നിന്നും മേ ബി ഒരു 2 or 3 minutes അവിടെ ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കാണ് ഈ ഗ്രാൻഡ് പാലസ് ഹോട്ടൽ ഉള്ളത്. കൂടുതൽ ദൂരമൊന്നുമില്ല. നമ്മൾക്ക് ഇപ്പം റിസോർട്ടിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്ര ചെറിയ ദൂരമേ ഉള്ളൂ. ഒരു സൈഡിൽ ആക്ച്വലി ഈ റിസോർട്ടിന്റെ ഒരു സൈഡിൽ നമുക്ക് ഈ പീക്കു പാർക്കും പിന്നെ ഈ ലേക്കും നമുക്ക് ഒരു സൈഡിലത്, പിന്നെ മറ്റേ സൈഡിൽ നമുക്ക് കിളിയൂർ ഫോൾസ് ആണുള്ളത്. അപ്പം ഒരു സൈഡിൽ സിറ്റി കാണാം. നമുക്ക് സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ആ ഒരു ഏർക്കാടിൻ്റെ ആ ഒരു ടൗണൊക്കെ കാണാം. പിന്നെ ഇങ്ങേ സൈഡിൽ ഫുൾ ആ ഒരു എന്താ പറയുന്ന ഒരു കാടും ആ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാം. ഇതിപ്പം ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇന്നലെ ഞങ്ങൾ വന്നിരുന്നു. അപ്പം ഇന്നലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പം കൂടുതലായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല റിസോർട്ടിൻ്റെ. രാത്രി ആയപ്പോൾ ഞങ്ങൾ ഡിന്നറിന് പോയി കേട്ടോ. ഡിന്നറിന് പോയപ്പം ഫുള്ള് മഞ്ഞല്ല, ക്ലൗഡ്സ് മൊത്തം. ഈ റിസോർട്ട് മൊത്തം ക്ലൗഡ്സ് ആയിരുന്നു. നമ്മളെ ഹാർഡ്ലി ഒരു 2 meter വിസിബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ക്ലൗഡായിരുന്നു. ഫുള്ള് ക്ലൗഡ് മൂടി നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അത് ഫോണിലെടുത്ത വീഡിയോസാണ്. അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം. എന്നാൽ പിന്നെ നേരം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് റിസോർട്ട് ടൂറും പിന്നെ അതിന് ചുറ്റുവട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ കിളിയൂർ ഫോൾസും അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഒരു ദിവസമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാനും പിന്നെ ഈ റിസോർട്ട് നല്ല റിസോർട്ടാണ്, അങ്ങനത്തെ ഒരു ടൈപ്പ് വൈബാണ്. അപ്പം ഇവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്യാനുള്ളൊരു മൂഡിലാണ്. പക്ഷേ എന്നാലും നിങ്ങളെ റിസോർട്ട് ടൂർ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഈ റൂം ടൂർ കാണിച്ചു തരാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ഏർക്കാടിൽ നല്ലൊരു ഡീസൻറ്റ് വിലയ്ക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റൊക്കെ ഉണ്ട്, നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇവർക്ക് പല സൈസ് റൂംസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഡീലക്സ് റൂംസ് ആണ്. പിന്നെ ഇവർക്ക് സൺറൈസ് റൂംസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്. അത് കൂടാതെ വേറെ 2 റൂംസ്, സൂപ്പർ ഡീലക്സും പിന്നെ സൂപ്പർ ഏതാണ്ട് ഇതൊരു മിഡ് റേഞ്ച് ആണ്. ഇതിന് താഴെ 2 ഉണ്ട്, ഇതിന് മുകളിൽ 2 ഉണ്ട്. അപ്പോൾ ഇത് മിഡ് റേഞ്ചാണ്. വില ടോപ്പ് റൂംസിന് ഇതിനെക്കാട്ടി വില ഏകദേശം ഒരു 1000 to 2000 rupees എക്സ്ട്രയാണ്. ഈ റൂമിൻ്റെ വില എന്ന് വെച്ചാൽ ഞങ്ങൾക്കിത് 2 ദിവസത്തേക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18,000 rupees ആണ്. നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അഗോഡ ത്രൂ ബുക്ക് ചെയ്യരുത് ഈ ഹോട്ടൽസിന് വേണ്ടിയിട്ട്. ഈ ഹോട്ടലിൽ നിങ്ങൾ ഡയറക്റ്റ്ലി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഡിസ്കൗണ്ട് ഇവർ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഗ്രാൻഡ് പാലസ് ഹോട്ടലിൽ പോയി റൂം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് ത്രൂ പോയി ബുക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 3,000 to 4,000 rupees എങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും, ലാഭം കിട്ടും. അപ്പം നിങ്ങൾക്ക് റൂം ടൂർ ഇപ്പം കാണിച്ചു തരാം. റൂം ടൂർ കണ്ടിട്ട് വരിക. അപ്പം നമ്മൾ താമസിക്കുന്ന റിസോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്രാൻഡ് പാലസ് ഹോട്ടൽ എന്ന്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പം ഈ റിസോർട്ടിൽ നമ്മളിപ്പോൾ താമസിക്കുന്നത് വെച്ചാൽ 606 റൂമിലാണ്. ഇതൊരു ഡീലക്സ് റൂമാണ്. അപ്പം ഡീലക്സ് റൂമിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിജിറ്റൽ ലോക്കാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ബോക്സ് ഉണ്ട്. സേഫ്റ്റി ബോക്സും പിന്നെ ഷെൽഫും കുറേ ലഗേജും റാക്ക് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം നല്ലോണം നിങ്ങൾക്ക് സാധനങ്ങൾ വെക്കാൻ ഒരു കുഴപ്പമില്ല. എന്നിട്ട് നേരെ അതിന് ഓപ്പോസിറ്റായിട്ട് വാഷ്റൂമാണ്. വാഷ്റൂം അത്യാവശ്യം നല്ല വലിയ വാഷ്റൂം തന്നെ. കുളിമുറിയും പിന്നെ വലിയ മിററും ഇവർ പിന്നെ ഹാൻഡ് സോപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ അവർ ഇച്ചിരി സാധനങ്ങൾ തന്നിട്ടുണ്ട്, ബോഡി ലോഷനും ഒക്കെ അവർ ഇച്ചിരി അല്ലാതെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഡ്രയർ ഉണ്ട്, ഹെയർ ഡ്രയറും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെയും അവർ തന്നിട്ടുണ്ട്, സോപ്പും ഷവർ ജെല്ലും തന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു എറ്റിക്കറ്റിന് ഒരു ഡിസൈനിങ് മാതിരി ഒരു ഫ്രെയിം ഇട്ട ഒരു ഇലയുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ചായയും മഗ് ഒരെണ്ണേ തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് മോസ്റ്റ്ലി മഗ് ചോദിക്കേണ്ടി വരും. വാട്ടർ ഹീറ്റർ ഉണ്ട്. കെറ്റിൽ പൊട്ടിയിരിക്കുകയെന്ന് തോന്നുന്നു.
ഇത് കെട്ടിൽ പൊട്ടിയിരിക്കും കേട്ടോ. അല്ല അല്ലയോ? അല്ല അല്ല, ഇത് ഇങ്ങനത്തെ ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇങ്ങനെ സൈഡിലോട്ട് ഓപ്പൺ ആണ്. സൈഡിലോട്ട് വന്ന് കെറ്റിലുണ്ട്. പിന്നെ AC കൺട്രോളിങ് ഇവിടെ തന്നെയാണ്. AC മാനുവൽ കൺട്രോൾ ഉണ്ടെങ്കിൽ. പിന്നെ അത് കൂടാതെ ഇച്ചിരി ഒരു ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ നല്ല ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഞാൻ വിചാരിച്ചത് സംതിങ് എൽസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അപ്പം അടുത്ത് വരുന്നത് വെച്ചാൽ ബെഡ്റൂമിലേക്കോട്ടാണ്. നല്ലൊരു ആംബിയന്റ് ലൈറ്റിംഗിലെ ബെഡ്റൂം ഉള്ളത് കേട്ടോ. അപ്പം ആ ബെഡ്റൂമിന്റെ ആ ഫ്ലോറിനകത്ത് ആ ബോർഡിനകത്ത് തന്നെ അവർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല അടിപൊളി അത്യാവശ്യം വലിയ ക്വീൻ സൈസ് ബെഡാണ്. രണ്ട് സൈഡിലും സ്റ്റാൻഡ് ഉണ്ട്. രണ്ട് വെള്ളം തന്നിട്ടുണ്ട്. AC റിമോട്ടും ഉണ്ട്. പിന്നെ ഫോണും വരെ തന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങേ വശത്ത് TV ഉണ്ട്. വർക്ക് ആവുന്നുണ്ട് TV. എന്താണെന്ന് വെച്ചാൽ വന്നപ്പോഴേ ഇത് ഗ്രാൻഡ് പാലസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആണ്. പിന്നെ ഒരു ഡസ്റ്റ്ബിൻ തന്നിട്ടുണ്ട് അവരോട്. ഡസ്റ്റ്ബിൻ മിക്ക ഹോട്ടൽസിനും തരാറില്ല. പിന്നെ സേവ് എൻവയൺമെന്റ്, ടേൺ ഓഫ് വാഷിംഗ്, ഷവർ, വൈഫൈ പാസ്വേഡും അത് ഇതൊക്കെ അവരുടെ ചില നോട്ടീസസ് ഒക്കെ. പിന്നെ അത് കൂടാതെ അവരുടെ മെനു അവർ തന്നിട്ടുണ്ട്. ലഞ്ചിന്റെ മെനു, ഡിന്നറിന്റെ മെനു, എന്തൊക്കെ പിന്നെ ബെവറേജസ് ഉണ്ട്, ഹോട്ട് ഡ്രിങ്ക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. അതിന്റെ ഫുൾ മെനു തന്നിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യമാണ് കേട്ടോ. ഇതൊരു ടേബിൾ മാതിരിയാണ്. പക്ഷെ ഇത് എല്ലാ ഹോട്ടലിലും കാണാറില്ല. പക്ഷെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സാധനം വെക്കാൻ നമുക്ക് ഈ സ്ഥലം ഉണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മളെ ഒന്നീ ബെഡിൽ വെക്കണം, അല്ലെങ്കിൽ സൈഡ് സ്റ്റാൻഡിൽ ഇച്ചിരി ഉള്ള പോലെ സമ്മതത്തിലേ വെക്കണം. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 2-3 ദിവസമൊക്കെ അവരുടെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ ടേബിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കൂടാതെ ഒരു 2 ടേബിൾ തന്നിട്ടുണ്ട്. ഒരു വലിയ റൗണ്ട് ടേബിളും തന്നിട്ടുണ്ട് വിത്ത് ചെയർ. പിന്നെ ഒരു ചെറിയ സ്മോൾ ടേബിളും വിത്ത് സോഫ തന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണിക്കണമെങ്കിൽ, ഈ റൂമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ ഈ എന്തോ പറയുന്നത്, ഈ വാട്ടർ വില്ലയിലൊക്കെ പോകത്തില്ലേ, നമ്മളെ മാൽദീവ്സിലെ വീഡിയോ കണ്ടവരൊക്കെ അറിയാം. വാട്ടർ വില്ലയിലൊക്കെ പോകുന്ന സംഭവം മാതിരി അവർ ഇതുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട്. പിന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ വലിയൊരു ബാൽക്കണി എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു ബാൽക്കണി ടൈപ്പ് എന്ന് പറയാം. ബാൽക്കണി ടൈപ്പ് വെളിയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് തുറന്നിരുന്ന് ആസ്വദിക്കാം, അത്രേ ഉള്ളൂ. തുറന്നിരുന്ന് നിക്കാം. ഇതിന് മണ്ടയ്ക്ക്, ഗ്ലാസിന്റെ മണ്ടയ്ക്ക് തുറന്നിട്ട്. പിന്നെ ഗ്ലാസ് കവർ ചെയ്യാൻ പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവർ കാർപ്പറ്റും തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ കാർപ്പറ്റ് എടുത്തിടാം. അത് നമ്മുടെ ഇഷ്ടം പോലെ. പിന്നെ ഇത് ഇങ്ങോട്ട് ഉള്ളിലോട്ട് നിന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് നിക്കാം. മോളില് ഇച്ചിരി കൂടെ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു, അറിഞ്ഞൂടെ. ഏറ്റവും മുകളിൽ ഇച്ചിരി കൂടെ സ്ഥലമുണ്ട്. പക്ഷേ വ്യൂ ഇതാണ് വ്യൂ. അടിപൊളി വ്യൂ. നിങ്ങൾ അങ്ങോട്ട് കാണുന്ന, ഇവിടെ കാണുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. അപ്പോൾ സൂം ചെയ്യാൻ നോക്കാം. പക്ഷെ അതാണ് ഏർക്കാട് ലേക്ക്. നമ്മൾ വരുന്ന വഴി അതാണ് മെയിൻ റോഡ്. ഏർക്കാടിലേക്കോട്ട് നിങ്ങൾ കയറി വരുന്ന റോഡ് അതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്നത് ഇതാണ് വ്യൂ. നല്ലൊരു അത്യാവശ്യം ഉള്ളൊരു റിസോർട്ടാണ്. നല്ലൊരു അത്യാവശ്യം വ്യൂവും നല്ലൊരു ഭംഗിയുള്ള ഒരു റിസോർട്ടാണ്. തണുത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? റൂം ടൂറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി വിഷ്വൽസ് ഒക്കെ കാണാം. റിസോർട്ടിൻ്റെ ഒക്കെ ഇച്ചിരി വിഷ്വൽസ് കാണാം.
ഞങ്ങളങ്ങനെ രണ്ടാമത്തെ ദിവസം ഇവിടെ ഓറഞ്ചിൽ തന്നെ പിന്നെ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോട്ട് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വിശക്കുന്നില്ല, നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. കുറേ വെറൈറ്റി അല്ലേ, പക്ഷേ ഓപ്ഷൻസ് കുറവ്. എന്ന് വെച്ചാൽ ഇങ്ങനെ അത് ആൾക്കാരെടുത്ത് നമ്മൾ ലാസ്റ്റ് അല്ല, അപ്പം നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പിന്നെ റീഫിൽ ചെയ്യും. പക്ഷെ ഞാൻ എല്ലാം ലാസ്റ്റ് നല്ല പാത്രത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റീഫിൽ ചെയ്യത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വിശക്കുന്നില്ല. അപ്പം ഇപ്പം ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി സൂപ്പും. എന്താണെന്ന് 3 മണി വരെ ഇവിടെ ലഞ്ച് ഇവിടെ. പിന്നെ ലഞ്ചൊന്നും ഇൻക്ലൂഡ് അല്ല കേട്ടോ, ഇതെല്ലാം എക്സ്ട്രാ ആണ്. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചൂടാ അതിൽ വെക്കാൻ പറ്റുന്നില്ല, ചൂടായിട്ട്. വ്യൂ ഈ വ്യൂ മാറാൻ പറ്റുന്നില്ല അല്ലേ. ഇതാണ് ഓറഞ്ച് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാത്തിനും ഇവിടെ തന്നെ വരുന്നത്. മേളിൽ ഫാനുണ്ടോ? അലങ്കാര ഫാനാണോ ഉള്ള ഫാനാണോ തരുന്നൂടെ. നല്ല രസമുണ്ട് ലൈറ്റ്. ആവശ്യമൊന്നുമില്ല, ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെയുണ്ട്? ചൂടാ. കൊത്തു പൊറോട്ട വന്നങ്ങനെ, ചിക്കൻ കൊത്തു പൊറോട്ട. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുന്നിൻ്റെ മണ്ടയ്ക്ക്. ഞങ്ങൾ ആക്ച്വലി റിസോർട്ടിൻ്റെ ഇവിടെ ചെറിയ അഡ്വഞ്ചർ ടൂർസൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ തന്നെ സിപ്പ് ലൈനും മറ്റ് ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതവിടെ നമ്മൾ വന്നിരിക്കുന്നത്. മാളു, ഇത് കാണുമ്പം ഏത് റിസോർട്ടിൻ്റെ ഓർമ്മ വരുന്നത്? പോർക്കുപ്പേനല്ലേ, ചിക്മംഗ്ലൂരിലെ റിസോർട്ടല്ലേ? ഇതൊക്കെ അഡ്വഞ്ചർ ഒക്കെ കണ്ടുകൊണ്ടാണോ? യെസ്, ചിക്മംഗ്ലൂരിലും അങ്ങനത്തെ ഒരു നമ്മൾ റിസോർട്ട്. ചിക്മംഗ്ലൂർ റിസോർട്ടിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞങ്ങളിപ്പം ലിങ്കിലിടാം. അതൊരു നല്ല റിസോർട്ടായിരുന്നു. അവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതേപോലൊക്കെ തന്നെ. അവിടെ പക്ഷേ മഴയായിരുന്നു. നല്ലോണം മഴയായിരുന്നു. പിന്നെ അവിടെ കാപ്പിത്തോട്ടമായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ, ട്രെയിൽ കുറേ ഉണ്ട്. ജീപ്പ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് ജീപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ട്രക്കിംഗ് ഉണ്ട്, എന്തൊക്കെയൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. വന്നാലും നിരാശപ്പെടേണ്ടി വരില്ല, നല്ലോണം ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ. അല്ല, റിലാക്സ് ചെയ്യാൻ വരുവാണെങ്കിൽ റിലാക്സിങ്ങിന് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആക്ടിവിറ്റി വേണ്ട, റിലാക്സ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യാൻ. നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ വെളി രാജ്യത്തിൽ പോകുമ്പോഴാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഏറ്റവും കൂടുതൽ. നമ്മൾ അങ്ങനെ കാശും കൊടുത്തിട്ട് പോയിട്ടേ എന്താ ഇത് ഇവര് പണി ഏതാണ്ട് പുതിയ ഇനിയിപ്പോൾ ഇതിന്റെ ബ്രാഞ്ച് സെക്കൻഡ് ഇതായിട്ട് വരാനാ. ഒരു കുന്നിടിച്ച് ഇതുള്ളത് കണ്ടില്ല, അവിടെ ഇടിച്ച് ഇതിൻ്റെ തന്നെ ഇതിൻ്റെയോ അല്ല വേറെയോ ആയിരിക്കും. ഇതുകൊണ്ട് അവിടെ ഏതാണ്ട് ബിൽഡിങ്ങും ഉണ്ട്, ക്യാമറയും വെച്ചിട്ടുണ്ട് അവർ കണ്ടില്ലേ. ഇത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നതാണ്.
ഞങ്ങൾ അങ്ങനെ ഏർക്കാട് റിസോർട്ട് ഇപ്പം ഏർക്കാടിൽ നിന്ന് പോവുക, ചെക്കൗട്ട് ചെയ്യുക ഈ റിസോർട്ടിൽ നിന്നും. ഇപ്പം സമയം 9:30, 9:30, 9:40 ആവുന്നുണ്ട്. 10 മണിക്കെങ്കിലും ഇറങ്ങണം, ബാംഗ്ലൂരിൽ നമുക്ക് എത്തണം, അല്ലെങ്കിൽ നല്ലോണം ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൺഡേ ആണ്, അപ്പൊ ഇന്ന് നല്ലൊരു ട്രാഫിക് കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.